പിന്നെ അഭിസംബോധന ചെയ്തത് വൈറൽ താരം എന്നാണ്. ഈ വൈറൽ എന്ന് പറയുന്നത് നമ്മുടെ യഥാസ്ഥിതി യഥാസമയത്ത് സംഭവിക്കുന്ന ഒരു പ്രവണതയാണ് വൈറൽ. സ്ഥിരമായ ഒരു പ്രവണതയല്ല വൈറൽ അല്ലേ. ഒരു സമയത്ത് ഒരാൾ വൈറലാവും, വേറെ സമയത്ത് വേറെ വൈറലാവും. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഞാനൊരു സർക്കാർ ജീവനക്കാരൻ ആണ്. ഇലക്ട്രിസിറ്റി ബോർഡ് സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം വൈറൽ താരം അങ്ങനെ ഒരു അഭിസംബോധന എന്റെ ആവശ്യമില്ല. അത് ആരാണെങ്കിലും ഇപ്പൊ ദേശാരാണെങ്കിലും ആരാണെങ്കിലും അതാത് സമയത്ത് വൈറലാവും. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഗവൺമെന്റ് സർവന്റാണ്. എനിക്ക് സമൂഹത്തിലൊരു കമ്മിറ്റ്മെന്റ് അല്ലേ. ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കണം എന്നൊരു കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട്. ഞാൻ സർക്കാർ ജീവനക്കാരനാണ്. അത് മാത്രമല്ല പൊതു സമൂഹത്തില് ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ കൂടിയാണ്. അതിപ്പോ ഈ പ്രസംഗത്തിനോട് മാത്രമല്ല, പ്രസംഗിച്ച് നമ്മൾ കുറെ ദീർഘമായി സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങി പോയിട്ട് 2 ബക്കറ്റ് എന്ന ആ സ്വഭാവം നമ്മൾ പ്രവർത്തിക്കരുത്. പ്രസംഗം ധാരാളം തന്നെ പ്രസംഗിച്ച് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി 2 ബക്കറ്റ് അല്ലെ, അതിനെ ധാരാളം നോക്കി സൈഡിൽ കൂടെ പോയി. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പ്രസംഗത്തിലല്ല കാര്യം, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം അല്ലെ. നമ്മളിപ്പോ നേരത്തെ നമ്മളെ പ്രാസംഗികൻ സംസാരിച്ച ഒരു പ്രധാന പോയിന്റ് നമ്മൾ സുരേഷ് സംസാരിച്ചത്, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത് 20 വയസ്സിന് കുറവുള്ള ആൾക്കാർ വളരെ കുറവാണ് അല്ലെ. എന്റെ മകൻ +2 ആണ് പഠിക്കുന്നത്. എനിക്ക് ശരിക്കും സ്കൂളിൽ പോകുന്ന സമയത്ത്, അവൻ പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന സമയത്തും അവൻ മറ്റുള്ള സഹപാഠികളോട് സംസാരിക്കുന്ന സമയത്തും ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്തും രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് ശരിക്കും വിഷമം ഉണ്ടാവും, ബേജാറുണ്ടാവും. അവൻ ആരോടാണ് സംസാരിക്കുന്നത് അല്ലെ, അവൻ എന്താണ് സംസാരിക്കുന്നത്. അപ്പൊ ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവുന്ന, അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ടാവുന്ന ഒരു വേദനയാണ് ഈ 2025 കാലഘട്ടത്തിൽ സ്വന്തം അമ്മയെ കയറി പിടിക്കുക, സ്വന്തം സഹോദരങ്ങളെ തല്ലിക്കൊല്ലലെ, അങ്ങനെ അനുഭവങ്ങൾ നമ്മൾ കേൾവിയില്ലാത്ത കാര്യങ്ങൾ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഈ ചേഞ്ച് തന്നെ സിനിമ സമൂഹത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രം പോരാ എന്റെ പ്രിയ ജനങ്ങളെ, അത് എത്തിക്കേണ്ട ആളെടുത്തേക്ക് നമ്മൾ എത്തിക്കണം. സിനിമ അല്ലെ, സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരു 20-30 ഒരു മാസം കളിച്ച് പോയി കഴിഞ്ഞാൽ കണ്ട ചേഞ്ച് സിനിമ ഉണ്ടോ? ഇല്ല. ഞാൻ മാർക്കോ ഉണ്ട്, ഞാൻ ലൂസിഫർ കണ്ട്. നമ്മൾ പറയുന്ന സമൂഹത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും എല്ലാ ആൾക്കാരും തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെ. ഇപ്പൊ ചെറുപ്പക്കാർ കൂടുതൽ സിനിമ കാണാൻ പോകുന്നതാണ്. എനിക്കറിയാം, എന്റെ മകൻ മാർക്കോ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടായിട്ട് എന്റെ മകൻ വീട്ടിൽ പിണങ്ങിയിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, അച്ഛൻ അമ്മ ഞാൻ വരാം മാർക്കോ. ഞാൻ മോനെ 17 വയസ്സുള്ള ആളുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയില്ല, വന്നു നോക്കാം. വന്നു പോയി തിയേറ്ററിൽ ആൾക്കാർ വന്ന് അങ്ങോട്ട് കിടത്തി വിടുന്നില്ല. ഞാൻ പറഞ്ഞില്ല നിന്നോട്, നീ എന്നോട് എന്താ പറഞ്ഞത്, ഞാൻ എന്റെ വാശിക്കല്ലേ നീ വന്നത്, കണ്ടില്ലേ പുറത്തിരിക്കും. അവൻ അതേ ഷോയ്ക്ക് വേറെ സിനിമ ആണ് കാണാൻ പോയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ മക്കള് നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കും അല്ലെ. എടാ നീ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേണം, എടാ മോനെ എന്ത് വേണം, അപ്പം വരും. ആ ഒരു കാലഘട്ടത്തിൽ മാറില്ലേ. പണ്ടത്തെ ഒരു ദാഷ്ട്യനായ പിതാവ്, അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന അമ്മ എന്ന കാര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും നടക്കൂല എന്റെ ജനങ്ങളെ. നമ്മൾ എത്ര കണ്ട് കുട്ടികളെ എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്നോ, എത്ര കണ്ട് അവർ അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നോ, അത് മാത്രമേ അവർ നല്ല രീതിയിലേക്ക് നടക്കുന്നതിന് ഒരു മരുന്നായി ഞാൻ കാണുന്നുള്ളൂ അല്ലെ. അതുകൂടാതെ ഇത്തരം നമ്മുടെ സമൂഹത്തിന് വേണ്ടത്ര നമ്മളെ നിതീഷ് ബ്രോ നമ്മളെ ചങ്കാണ്. ഇത്തരം സിനിമകൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിന് ഏറ്റവും മധ്യഭാഗത്ത് നടക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെ അല്ലെ. തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ബാധകളുള്ള തൃശ്ശൂർ ജില്ല അറിയോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിനെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി സിനിമകളും ഷോർട്ട് ഫിലിമും ഒക്കെ നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ ലഹരികൾ കൂടുതലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു നീക്കുപോക്ക് പ്രധാനമായും നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ ആ കാര്യം ശ്രദ്ധിക്കുന്നു എനിക്ക് പറയാനുള്ളത് അല്ലെ. ഒരു വശത്ത് ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് മറ്റു വശത്ത് അതിനുള്ള അനുമതികൾ കൊടുക്കുന്നതിന് അത് നമ്മൾ തീർച്ചയായും കാണും അല്ലെ. ഒരു വശം നന്നാക്കി വരുമ്പോൾ മറ്റു വശം മോശമായി വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ സിനിമ, ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ ആൽബംസ്, റീൽസ് എന്തായിക്കോട്ടെ സമൂഹത്തിന് ഗുണമുള്ള കാര്യമായി മാറണമെങ്കിൽ നമ്മൾ ഉണ്ടാവുന്ന സാഹചര്യം. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഒരു എന്തെങ്കിലും സിനിമയുടെ ഫൈറ്റ് സീനോ, അല്ലെങ്കിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നോ, മദ്യപിക്കുന്നോ ഒരു ലിങ്ക് ഒരാൾ ഇട്ട് കൊടുത്താൽ ലിങ്ക് കണ്ട എന്റെ സാധനം കണ്ടു, ഞാൻ റീൽസിൽ കണ്ടില്ലേ. അപ്പൊ എന്ത് കൂട്ട ഷെയറിംഗ് ആണ്, എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തോളൂ. നേരെ മറിച്ച് ഒരു നല്ലൊരു പ്രസംഗം, ഒരു നല്ലൊരു അഭിപ്രായം പറയുന്നത് മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ എത്ര ആൾ ഷെയർ ചെയ്യും? അതായത് എന്തോ ലഭ്യം പറയുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും കൂട്ടമായ പ്രവർത്തനം നടത്തണം. നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ നന്നാക്കാൻ ശ്രമിക്കണം. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ എത്തിക്കണം നമ്മൾ, എന്നാൽ മാത്രമേ സമൂഹത്തിന് മുതൽക്കൂട്ടാവും എന്നാണ് എനിക്ക് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ സംരംഭങ്ങൾ, ലഹരി സംരംഭങ്ങൾ വരുന്ന കാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. ഈ 2 കാര്യങ്ങളും ഒരേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകും.
അപ്പൊ ഈ ചേഞ്ച് നല്ല ഈ സിനിമയുടെ ഒരു ഭാഗവാക്കാവാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് നിതീഷ് ബ്രോയോട് സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവിധ പിന്തുണ ഉണ്ടായിരിക്കും. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ ഒരു വൈറൽ താരം മാത്രമല്ല, ചങ്കുകളെ നിങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എൻ്റെ ഒരു ഉദ്യോഗസ്ഥ മേഖല KSEB ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ജനങ്ങൾക്ക്, നല്ല രീതിയിൽ കുട്ടികൾക്ക് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും റീൽസ് ആണെങ്കിലും നല്ല രീതിയിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ അറിയിക്കുന്നത്. അപ്പം എന്റെ ഭാഷ പറയണ പൊളിക്കാ പൊളിച്ചെടുക്കാൻ ലഹരിക്കെതിരെ. താങ്ക് യു.